നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ആഴ്സണൽ ആരാധകർ ഭയന്നത് തന്നെ സംഭവിച്ചു. ബയൺ മ്യൂണിക്ക് ഒരിക്കൽ കൂടി യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അവർക്ക് പണി കൊടുത്തിരിക്കുന്നു. മുമ്പും ബയണിന് മുന്നിൽ അവർ വീണുപോയിട്ടുണ്ട്. അത് തന്നെ ആവർത്തിച്ചിരിക്കുന്നു. UCL ക്വാർട്ടർ ഫൈനലിൽ രണ്ടാം പാദത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് ആഴ്സണലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബയൺ മ്യൂണിക്ക് ഇതാ സെമി ഫൈനലിലേക്ക് കടന്നുപോയിരിക്കുന്നു. അലിയൻസ് അറീനയിൽ നടന്ന മത്സരം ഏകപക്ഷീയമായ ഒറ്റ ഗോളിന്റെ വിജയം ജോഷുവ കിമ്മിച്ചാണ് ബയണിനെ മുന്നോട്ട് കൊണ്ടുപോയത്. ആദ്യ പാദം 2-2 സമനിലയായിരുന്നു. ബാക്കി കളി മുഴുവനും മ്യൂണിച്ചിൽ നടക്കും. പക്ഷെ അത് പണിയാവുമോ എന്ന ഭയം ആഴ്സണലിന് നേരത്തെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ആരാധകരുടെ പ്രതികരണങ്ങൾ, എക്സ്പെർട്ടുകളുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കേട്ടു. അത് തന്നെ സംഭവിച്ചു. മത്സരത്തിൽ ഹാരി കെയ്നെ മുന്നിൽ നിർത്തി ഗോഡിയറോ, മുസിയാല, സനെ തുടങ്ങിയവരെയൊക്കെ മുന്നേറ്റങ്ങളുടെ ചുമതല ഏൽപ്പിച്ചുകൊണ്ടാണ് ടുഷേൽ തന്റെ ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടത്. മറുഭാഗത്ത് മാർട്ടിനെല്ലിയും ഹാവേർട്സും സാക്കയും ചേർന്നുകൊണ്ട് ആഴ്സണലിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചു. ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. രണ്ടാം പകുതിയിൽ 63-ാമത്തെ മിനിറ്റിലാണ് കിമ്മിച്ചിന്റെ ഗോൾ പിറക്കുന്നത്. ആ ഗോളിന് ബയൺ മ്യൂണിക്ക് വിജയിച്ച് കയറി. 3-2 അഗ്രിഗേറ്റ് സ്കോർ. 3-2 ഇപ്പോൾ ബയൺ മ്യൂണിക്ക് വിജയത്തേറിലേറിയിരിക്കുന്നത്. ഏതായാലും ഈ വിജയത്തോടുകൂടി ബയൺ ഒരിക്കൽ കൂടി UCLന്റെ സെമി ഫൈനലിൽ എതിരാളികൾ റയൽ മാഡ്രിഡ്. മറ്റൊരു ക്ലാസിക് പോരാട്ടം നമ്മുടെ മുന്നിലേക്ക് വരുന്നു എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.